അങ്ങനെ ആര്യ രാജേന്ദ്രനുമായിട്ടൊരു പ്രശ്നം ഇല്ലെന്നല്ലേ പറയുന്നത്. കേസ് ഇപ്പം ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിച്ചെന്നാണ് കേസ് ഉള്ളതെന്നാണ് പറയുന്നത്. കോൾ ചെയ്തിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പ്രൂഫ് വീഡിയോ കാണുമല്ലോ, എവിടെ ആയാലും വീഡിയോ കാണും, ആ മെമ്മറി കാർഡ് ഉൾപ്പെടെ കാണുമല്ലോ. മെമ്മറി കാർഡ് തന്നെ കിട്ടിയില്ലല്ലോ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFൻ്റെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഗണേഷ് കുമാർ സാർ പറയുന്നത്. അത് വിശ്വസിക്കാതിരിക്കുക നമ്മൾ മനുഷ്യനല്ലാതെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടനായിരിക്കണം. ബംഗാളികൾ പോലും ഇപ്പോൾ 1500 മേളിലെ ശമ്പളം വാങ്ങിക്കണമല്ലോ, 715 രൂപയ്ക്ക് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇതും ചെയ്തിട്ട് വഴി കൂടെ പോണവന്മാരെ എല്ലാവരെയും വായിരിക്കണേ കേൾക്കണം. നമസ്കാരം. KSRTC ബസ് ഡ്രൈവറായിരുന്ന യദുവിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയതിനുള്ള കാരണം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ദിവസമാണ് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ രംഗത്ത് വന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. യദു KSRTCയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്നു. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ തുടർച്ചയായി 6 മണിക്കൂർ ഇയർഫോൺ വെച്ച് ഫോണിൽ സംസാരിച്ചതാണ് ഇത്തരത്തിൽ ജോലിയിൽ നിന്നും പുറത്താക്കാനുള്ള കാരണം എന്നാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ യദു നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുകയാണ്. എന്തായാലും യദു തന്നെ ഈ ഒരു വിഷയത്തിൽ മറുനാടനൊപ്പം പ്രതികരിക്കുകയാണ്. അങ്ങനെ ആര്യ രാജേന്ദ്രനുമായിട്ടൊരു പ്രശ്നം ഇല്ലെന്നല്ലേ പറയുന്നത്. കേസ് ഇപ്പം ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിച്ചെന്നാണ് കേസ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവരാവകാശം ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരെണ്ണം CMDക്കും കൊടുത്തായിരുന്നു, ഒന്ന് ഇവിടെ വയ്ക്കേ. ഇവിടെ ഈ ഇവിടെ നമ്മുടെ കമ്മീഷണർക്ക് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തെന്നാണ് സാറ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഫോൺ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചെയ്യാറില്ല. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഇപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തതാണ്, കള്ളത്തനം പറഞ്ഞതാണ്. അപ്പോൾ എപ്പോഴും ഹെഡ്സെറ്റ് ചെവി ഇങ്ങനെ കഴുത്തിൽ ഞാൻ എപ്പോഴും തൂക്കിയിടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫോൺ ചെയ്തെന്ന് വരുത്തി തീർക്കുകയാണ്. ഒരു പ്രൂഫ് പോലും ഇല്ല. ഫോൺ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇപ്പോൾ കോള് ചെയ്തെന്ന് പറയണം, 1 മണിക്കൂർ 2 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ എന്നൊക്കെ പറയുന്നത്. കോൾ ചെയ്തിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പ്രൂഫ് വീഡിയോ കാണുമല്ലോ, എവിടെ ആയാലും വീഡിയോ കാണും, ആ മെമ്മറി കാർഡ് ഉൾപ്പെടെ കാണുമല്ലോ. മെമ്മറി കാർഡ് തന്നെ കിട്ടിയില്ലല്ലോ. അപ്പോൾ അത് ഉൾപ്പെടെ വേണ്ടതാണ്, പക്ഷേ അതൊന്നുമില്ല. ഇപ്പോൾ കോൾ ചെയ്തെന്നുള്ള CDRൻ്റെ കോപ്പിയേ ഉള്ളൂ. അതിപ്പോൾ ഞാനേ വണ്ടി ബ്ലോക്കായിട്ട് വണ്ടി നിർത്തിയിട്ടേക്കും വണ്ടി വൈറ്റിലെ ഹബ്ബിൽ കയറ്റിയിട്ടേക്കുമ്പോൾ റിസർവേഷൻകാർ വരാൻ 6 മണിക്കൂർ ചിലപ്പോൾ 20 മിനിറ്റ് കൂടുതലെടുക്കും. നമ്മൾ ഓടിയെത്തുന്ന ബ്ലോക്ക് അനുസരിച്ച് ലേറ്റാകും തോറും അത്രയും നേരം വണ്ടി അവിടെ പിടിച്ചിടും. റിസർവേഷൻകാരെ കയറ്റാതെ പോയാൽ അത് വേറെ നിയമ നടപടി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ 20 മിനിറ്റ് 30 മിനിറ്റ് അങ്ങനെ വെച്ച് കായംകുളത്തൊരു ഷോപ്പുണ്ട്, അവിടെ ആഹാരം കഴിക്കാൻ നിർത്തി. അങ്ങനെ 20 അരമണിക്കൂർ വെച്ച് കൂട്ടിയാലും ഏകദേശം 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ചിലപ്പം നമുക്ക് കിട്ടാറുണ്ട്. ഈ 6 മണിക്കൂർ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ, 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ തന്നെ ബ്ലോക്കിൽ കിടന്നാലും കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്നാൽ 1 മണിക്കൂർ തന്നെ ബ്ലോക്കിൽ കിടന്ന് വണ്ടി പോകുന്ന സമയമുണ്ട്. വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി നോക്കി, കണ്ടക്ടർ വരെ വെളിയിൽ ഇറങ്ങി നോക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടിൽ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോന് വയ്യാതെ ഇരുന്ന അവസ്ഥയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് വണ്ടി റോളിങ് ആകുമ്പോഴോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഫോൺ എടുത്ത് കയ്യിൽ പിടിക്കുകയോ ഫോൺ സംസാരിക്കുക, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ അറിയാതെ കോൾ വല്ലതും പോക്കറ്റിൽ കിടന്ന് ഓണായി കിടന്നോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഞാൻ സംസാരിക്കണമെന്നില്ല, ഫോണ് പോക്കറ്റ് ഇതായി. ഇപ്പോഴാണ് ഈ കവർ വാങ്ങിച്ചത്, ഈ കവറ് ഫ്ലിപ്പ് കവർ ഇപ്പോഴാണ് വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ എപ്പോഴും സ്ഥിരം പോക്കറ്റിൽ കിടന്ന് ഓട്ടോമാറ്റിക്കലി കോൾ പോകുന്നുണ്ട്. അതുമല്ലാതെ ഇത് ഫ്ലിപ്പ് തറയിൽ വീഴുന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഫ്ലിപ്പ് കവർ വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ കോൾ പോകില്ല, പോക്കറ്റ് ഇടുമ്പോൾ കോൾ പോകുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല ആവാനാണ് സാധ്യത. അത് പക്ഷേ എനിക്ക് എൻ്റെ CDRൻ്റെ കോപ്പി എനിക്ക് എടുക്കണം. എയർടെല്ലിലും ഒരു അപേക്ഷ മെയിൽ വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നോക്കിയിട്ട് പറയാം. മന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാദം ഉന്നയിക്കാൻ കാരണം? അല്ല, ഇത്രയും ദിവസമായിട്ടേ മന്ത്രി പറയുന്നതെന്ന് വെച്ചാൽ, ഇത്രയും ദിവസമായിട്ട് മന്ത്രിയുടെ അടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല, മറ്റ് മന്ത്രിമാരും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFൻ്റെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഗണേഷ് കുമാർ സാർ പറയുന്നത്. അത് വിശ്വസിക്കാതിരിക്കുക നമ്മൾ മനുഷ്യനല്ലാതെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടനായിരിക്കണം. ഇത് ആരും പറഞ്ഞിട്ടില്ല. മേയർ അറിഞ്ഞൂടെന്ന് പറയാത്ത ഭാഗ്യം. പഴയ മേയറല്ലേ ആര്യ രാജേന്ദ്രൻ, അറിഞ്ഞൂടാ എന്ന് പറയാത്ത ഭാഗ്യം. അന്ന് ഇത്രയും വിഷയം നടന്ന സമയത്ത് ഞാൻ പറയണേ എംപാനൽ ഡ്രൈവറാണ്. അപ്പോൾ എംപാനൽ ഡ്രൈവർ യദു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. മേയറിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ വിഷയം ഉണ്ടായ പയ്യനാണ്, ജോലി നഷ്ടപ്പെട്ടു, ഉപകാരം വല്ല സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മനസാക്ഷി ഇല്ലാതെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും
ഇത് അവർക്ക് എന്തോ ഫേവറേബിൾ ചെയ്യാനോ അല്ലെ ഇലക്ഷൻ പരമായിട്ടുള്ള പല വിഷയമായിരിക്കും. അല്ലാതെ പിന്നെ ഫോൺ ചെയ്തെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഫോൺ ചെയ്തെന്ന് പറയാൻ ഒരു മടിയില്ല. വണ്ടി ഓടിക്കുമ്പോൾ പൊതുവേ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ എടുക്കാറില്ല, ഉപയോഗിക്കാറില്ല, കയ്യിലെടുത്ത് വെച്ച് സംസാരിക്കില്ല. എന്നുവെച്ചാൽ നമ്മുടെ വണ്ടിയിലെ ഓടിക്കുമ്പോഴത്തേക്കുള്ള കോൺസെൻട്രേഷൻ നഷ്ടമാകും. അതുകൊണ്ട് നമുക്ക് മുഴുവനായി ഒന്നാമത് സർക്കാർ വാഹനം കൂടെയാണ്. ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി മുതൽ സാധാ ഗവൺമെൻറ് ജോലിക്കാരായാലും എല്ലാം വരുന്നതാണ് ഈ വണ്ടിയിൽ. അപ്പം അങ്ങനെ 6 മണിക്കൂർ ഫോൺ ചെയ്തിരുന്നെങ്കിൽ ആ വീഡിയോ വന്നേനെ പുറത്തെ. എല്ലാവരും ഇതിൻ്റെ അകത്തിരിക്കുന്ന പാസഞ്ചറിൻ്റെ വീഡിയോ എടുക്കൂലേ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ? എത്രയോ വീഡിയോ വന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ സാറിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ കൂടെ എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം KSRTC ജോലി ചെയ്ത എൻ്റെ അതേ ഡേറ്റിൽ എത്ര ഡ്രൈവർമാർ എല്ലാവരെയും CDR എടുക്കാൻ പറഞ്ഞാൽ സംസാരിക്കാത്തതായിട്ടുള്ളത് സ്ഥിരമായാലും താൽക്കാലിക പുച്ഛമായിട്ടാണ് പറഞ്ഞത്. അത് സ്ഥിരം ജീവനക്കാരനല്ല, അത് താൽക്കാലികമായിട്ട്. മാക്സിമം ഇപ്പോൾ KSRTCയിൽ ഓടുന്ന മൊത്തം താൽക്കാലിക ജീവനക്കാരനാണ്, അല്ല സ്ഥിരംകാരെല്ലാം ഓടുന്നത്. സാമ്പത്തികമായിട്ട് കളക്ഷൻ കൊണ്ടുവരണായാലും ഇത് സാധാ ജീവനക്കാരനാണ്, താൽക്കാലികം. ഒരു പറയും പോലെ ബദലി, ബംഗാളിയെ പോലെ. ബംഗാളികൾ പോലും ഇപ്പോൾ 1500 മേളിലെ ശമ്പളം വാങ്ങിക്കണുള്ളൂ, 715 രൂപയ്ക്ക് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇതും ചെയ്തിട്ട് വഴി കൂടെ പോണവന്മാരെ എല്ലാവരെയും വായിരിക്കണേ കേൾക്കണം, ഇപ്പം മന്ത്രിയുടെ വായിരിക്കണേ കേൾക്കണം. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല, വേറൊരു ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത്. പക്ഷേ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പരാതി കൊടുത്തിരുന്ന ഒന്ന് CMDക്ക് ആദ്യം കൊടുത്തു, അത് കഴിഞ്ഞ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും യദു നമ്മളോട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ 6 മണിക്കൂർ താൻ ഫോണിൽ ആരോടും സംസാരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ യദു ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. കമ്മീഷണർക്കും അതുകൂടാതെ CMDക്കും ഉൾപ്പെടെ നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.